ஆரம்பிக்கலாங்களா? കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. ഷാജി ചേട്ടാ, ഇവിടെ രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കേറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. ഓ ഐ സീ. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. എന്താടാ ഇത്, രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? അമ്പടി ജിഞ്ചിണ്ടാക്കടി. വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. നിങ്ങൾ കണ്ടു ചുണ്ടല്ല ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല. ഞാൻ ഇപ്പൊ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴും തന്നെ ഞാനധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അയ്യടി ചുന്ദരിക്കോതെ കണ്ട ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം! നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞ നൈറ്റ് ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്ന് അറിയില്ല. ചങ്ങലക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. ഒരുപാട് പേർക്ക് ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എന്റെ ലൈവിലോ അല്ലെ എന്റെ സബ്സ്ക്രിപ്ഷനോ ഉള്ളവരും. എനിക്ക് നല്ല പുളിച്ച തെറി പറയാ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം നീ ചോദിച്ചതല്ല. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി. ഷാജി ചേട്ടാ, ഇവിടെ ഒരു പ്രതികരണം ഉണ്ട്. അത് AI ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത്. ലൈംഗിക ചുവ എവിടെയാണ്? പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോ ട്രോൾ ആയി കേട്ടോ. ചായ കുടിക്കാൻ പോണോ? അതെ, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ ഇപ്പൊ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. എനിക്കൊന്ന് ടൂറാണെങ്കിലും ഒരു 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 അനുവാദം നിങ്ങൾ തരണം. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്.
ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല അല്ലല്ല, മൊബൈലില്. സത്യം പറയാനും പാടില്ല. നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്കും. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസം എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. മലയാളികളുടെ മൊത്തം പ്രശ്നമാണത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അത് മാറണം. അവരെന്ത് വേണേലും വിചാരിക്കട്ടെ, നമ്മളുടെ കാര്യം നമ്മൾ തീരുമാനിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് മാറാണ്ട് മലയാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.